ആകാശത്തിന് എന്തൊരു ഭംഗി. ദൂരെ ഒരു വെളിച്ചം കാണുന്നുണ്ടല്ലോ. ഏതോ യാത്രാ സംഘമായിരിക്കും. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം. ഞങ്ങൾ യാത്രക്കാരാണ്. ഇന്നിവിടെ തങ്ങുന്നതിൽ വിരോധമുണ്ടോ? അഹ്ലൻ വസഹലൻ, സന്തോഷമേ ഉള്ളൂ. എന്നെ ഉപദേശിക്കുന്നോ? അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാ? സഹോദര, നിന്റെ കഴിവുകൊണ്ട് മാത്രമല്ല നീ അത് സമ്പാദിച്ചത്. ദൈവത്തെ മറന്നുകൊണ്ട് ഒന്നും പറയരുത്. നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. എന്താ അവിടെ ഒരു ബഹളം? ആരോ വഴക്കിടുന്നുണ്ടല്ലോ. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരാണ്. ഒരുത്തൻ മഹാ അഹങ്കാരിയും ധിക്കാരിയുമാണ്. അയാൾ ആരെയും വകവെക്കില്ല. അഹങ്കാരം അല്ലേ? മറ്റുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണെന്ന് വിചാരിക്കുന്നതല്ലേ അഹങ്കാരം? അതെ. സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ ധിക്കരിക്കലുമാണ് അഹങ്കാരം. അഹങ്കാരികളുടെ ജീവിതം വലിയ നാശത്തിലായിരിക്കും കലാശിക്കുക. ആ തോട്ടക്കാരന്റെ കഥ പോലെ. ഏത് തോട്ടക്കാരൻ? മോനെ, കഥ കേട്ടിട്ടില്ലേ? ഒരു വലിയ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അഹങ്കാരിയായി തീർന്നപ്പോൾ അയാളുടെ തോട്ടം മുഴുവൻ നശിച്ചുപോയ കഥ. ഇല്ല. നിങ്ങളും കേട്ടിട്ടില്ലേ? ഇല്ല. ശരി, എങ്കിൽ ഞാൻ ആ കഥ പറയാം. മനോഹരമായ ഒരു തോട്ടം. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം. പൂന്തോട്ടത്തിനുടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നുടെ തോപ്പും അരുവിയുമെല്ലാം തന്റേതെന്നതിമോഹിച്ചു, റബ്ബിൻ നേരിനെ ലംഘിച്ചു. പൂന്തോട്ടത്തിനുടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നുടെ തോപ്പും അരുവിയുമെല്ലാം തന്റേതെന്നതിമോഹിച്ചു, റബ്ബിൻ നേരിനെ ലംഘിച്ചു. അവന്റെ പാവം ചങ്ങാതി അറിവ് തികഞ്ഞൊരു സൽക്കർമ്മി, അള്ള കൊടുത്ത ധനത്തിലകന്ത ധരിക്കരുതെന്നുപദേശിച്ചു, വിനയം കാട്ടാൻ ശാസിച്ചു. അവന്റെ പാവം ചങ്ങാതി അറിവ് തികഞ്ഞൊരു സൽക്കർമ്മി, അള്ള കൊടുത്ത ധനത്തിലകന്ത ധരിക്കരുതെന്നുപദേശിച്ചു, വിനയം കാട്ടാൻ ശാസിച്ചു. മറുത്തു ചൊല്ലി മുതലാളി പറഞ്ഞു, ഞാനാണധികാരി, അള്ള എനിക്കിനി വീണ്ടും നൽകും പണവും പദവിയും ഒരുപാട്, മുറിയുകയില്ല ഇടപാട്. മറുത്തു ചൊല്ലി മുതലാളി പറഞ്ഞു, ഞാനാണധികാരി, അള്ള എനിക്കിനി വീണ്ടും നൽകും പണവും പദവിയും ഒരുപാട്, മുറിയുകയില്ല ഇടപാട്. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു, മരിച്ചു ചെന്നാൽ പരലോകത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും, നരകം തന്നവൻ ശിക്ഷിക്കും. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു
സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു. മരിച്ചു ചെന്നാൽ പരലോകത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും. നരകം തന്നവൻ ശിക്ഷിക്കും. ചിരിച്ചു തള്ളി മുതലാളി മരിക്കുമെന്നോ ചങ്ങാതി. പരലോകത്തിലും എനിക്കു വീണ്ടും പദവികൾ നൽകും അല്ലാഹു, മുതലുകൾ നൽകും അല്ലാഹു. ചിരിച്ചു തള്ളി മുതലാളി മരിക്കുമെന്നോ ചങ്ങാതി. പരലോകത്തിലും എനിക്കു വീണ്ടും പദവികൾ നൽകും അല്ലാഹു, മുതലുകൾ നൽകും അല്ലാഹു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്ത് മുന്തിരി വള്ളികളീന്തക്കുലകൾ മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതലു നശിച്ചു കിടക്കുന്നു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്ത് മുന്തിരി വള്ളികളീന്തക്കുലകൾ മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതലു നശിച്ചു കിടക്കുന്നു. കരഞ്ഞു പാവം മുതലാളി, പറഞ്ഞു ഞാനാം ധിക്കാരി. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. കരഞ്ഞു പാവം മുതലാളി, പറഞ്ഞു ഞാനാം ധിക്കാരി. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. ശരി സുഹൃത്തെ, ഞങ്ങൾക്ക് പോകാൻ സമയമായി. രാത്രി ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു തന്നതിന് വളരെ നന്ദി. അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ശരി, താങ്കൾക്ക് നല്ലത് വരട്ടെ. ഉം.